ഹായ് ഡിയേഴ്സ്, ഞാൻ നൗഷാദ് അപ്പോടെക്. 2 ദിവസം മുന്നേ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ഫംഗ്ഷൻ എൻ്റെ വീട്ടിൽ വെച്ച്, ദുബായിലുള്ള എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായി. ഏകദേശം 70ഓളം ആളുകൾ പങ്കെടുക്കപ്പെട്ട ഞങ്ങളുടെ ഇക്വിറ്റോറിയ എന്ന കമ്പനിയുടെ മന്ത്ലി മീറ്റായിരുന്നു അത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ബിസിനസ് മീറ്റാണ്. എങ്കിലും ഇതുവഴി ഈ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അവർക്ക് മക്കൾക്കാണെങ്കിലും ഭാര്യമാർക്കാണെങ്കിലും അവർക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാനും ഒരു ബോണ്ടിങ് സ്ട്രോങ് ആക്കാൻ നല്ലൊരു അവസരമാണ്. ഒരു പ്രവാസി എന്ന നിലക്ക് നമ്മൾക്ക് എല്ലാവർക്കും മിസ്സാവുന്ന ഒരു സംഭവങ്ങളാണ് ഈ സോഷ്യൽ ഫങ്ഷൻസ്. നമ്മളെ സോഷ്യൽ ലൈഫ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, മറ്റൊരുപാട് ഫംഗ്ഷനുകൾ നമ്മൾ മിസ് ചെയ്യും. മാക്സിമം ഇവിടെ നമുക്കൊരു വർഷത്തിലൊരു ഇഫ്താർ അല്ലെങ്കിൽ ഒരു ഓണം, ഈദ്, അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം സോഷ്യൽ ഗാദറിങ് വളരെ കുറവായിരിക്കും. മക്കളാണെങ്കിൽ സ്കൂളിൽ പോകാൻ വരെ അവർക്കൊരു ലിമിറ്റഡ് ഫ്രണ്ട്സ്, പിന്നെ അവർ ഗെയിം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അങ്ങനെ അവർ ബിസി ആവുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു കൺസോർഷ്യം രൂപീകരിച്ച് അതിനൊരു പർപ്പസും കൂടെ ഉണ്ട്. ഒരു ബിസിനസ് ഉദ്ദേശത്തിലായും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി അതിൽ അറ്റൻഡ് ചെയ്യും. നമ്മൾ അറിയാതെ നമ്മളുടെ കുടുംബങ്ങൾ തമ്മിൽ അടുക്കാൻ ഇത് നല്ലൊരു അവസരമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഞങ്ങൾ പേഴ്സണലി, ഞാൻ എൻ്റെ കുടുംബം എല്ലാം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഈ മന്ത്ലി ഗാദറിങ്ങിന് പുറമെ ഈ അംഗങ്ങൾ തമ്മിലുള്ള അവരുടെ ബിസിനസ്സിലെ ഏതെങ്കിലും പുതിയ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, അല്ലെങ്കിൽ ഫാമിലിയിൽ നടക്കുന്ന നല്ല ചടങ്ങുകൾ, എൻഗേജ്മെൻറ്റ്, കല്യാണം, അങ്ങനെ പല ഫംഗ്ഷനുകൾക്കും നമുക്ക് പങ്കെടുക്കാൻ. അപ്പോൾ മിനിമം ഒരു ആവറേജ് 1 or 2 times നമ്മൾ മന്ത്ലി മീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ബന്ധത്തേക്കാൾ സ്ട്രോങ് ആയ ഒരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ ഇതിലൂടെ കഴിഞ്ഞു. നമ്മളെ കൂടെ പലരും ഉണ്ട് എന്നുള്ളൊരു ധൈര്യം, അതുപോലെ മക്കൾക്കൊക്കെ അവരുടെ ഏജിലുള്ള കുറേ ഫ്രണ്ട്സുകൾ, അവരുടേതായ രീതിയിൽ ഗ്രൂപ്പുകളും കമ്മ്യൂണിക്കേഷൻസ്, അതിനെല്ലാം പുറമെ അവർക്കിടയിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് അവരും ഒരു പർപ്പസിന് വേണ്ടി ഗാദർ ചെയ്യുന്ന പോലെ, അതർ ദാൻ ഫാഷനെ കുറിച്ചും മറ്റ് സിനിമകളെ കുറിച്ചും അങ്ങനെയുള്ള ഡിസ്കഷനിൽ ഉപരി അതോടൊപ്പം അവർക്ക് ബിസിനസ് റിലേറ്റഡ് ചർച്ചകൾ അവരിൽ വരുന്നു. മക്കളിലേക്കൊരു അത്തരം ചിന്തകൾ നമുക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. ഇതുവഴി നമുക്ക് പല കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു കോഴ്സ്, ഐദർ ഇറ്റ്സ് എ ബിസിനസ് ഓർ ഒരു ഗെറ്റ് ടുഗദർ ഓർ ഒരു കലാപരിപാടികൾ, എന്തെങ്കിലും ഒരു കോഴ്സിൻ്റെ പേരിൽ നിങ്ങളിതുപോലെ മന്ത്ലി അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും കൂടിയാൽ, നിങ്ങളൊരു ഗ്രൂപ്പ്, ഒരു കൺസോർഷ്യോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 5, 10, 20 പേരടങ്ങുന്ന ഫാമിലികൾ അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകൾ നിങ്ങൾ ഫോം ചെയ്തിട്ട് അതിന് നല്ലൊരു നേതൃത്വം കൊടുത്ത് അതിന് സ്പെഷ്യൽ കോഴ്സ്, ഒരു പർപ്പസ് കൊടുത്തിട്ട് നിങ്ങൾ രൂപീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സോഷ്യൽ ലൈഫ് നമുക്കിവിടെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇത്തരം കൺസോർഷ്യമോ അല്ലെങ്കിൽ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് നിങ്ങൾ ഓൾറെഡി ഇതുപോലുള്ള പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊരു ഗുണമാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഭാവിയിൽ രൂപീകരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ഇനീഷ്യേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നൽകാൻ കഴിയുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.